ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഗുഡ് മോർണിംഗ്. സൺഡേ ആണേ. രാവിലെ എന്താ ദോശക്കല്ലും കൊണ്ടൊക്കെ എന്നല്ലേ നോക്കുന്നേ. രാവിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊരു സ്പെഷ്യലൊരു ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്താണേ. അപ്പോൾ ദോശക്കല്ല് ചൂടാവട്ടെ, അപ്പോഴത്തേക്ക് നമ്മുടെ കുറേ വിശേഷങ്ങൾ പറയട്ടെ. കേൾക്കാൻ ഇഷ്ടമാണോ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ ഒരു 9:15 ഞങ്ങൾക്ക് സർവീസ് തുടങ്ങുന്നത്, അതായത് കുർബാന തുടങ്ങുന്നത് 9:15 അപ്പം രാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് 2 ദോശ ഉണ്ടാക്കണം. അതായത് ഞങ്ങൾ കഴിക്കില്ല, ഞാനും ഹസ്ബൻഡും കഴിക്കില്ലേ, മക്കൾക്ക് വേണ്ടിയിട്ടാണേ. അപ്പം നമുക്ക് പ്രത്യേകം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മക്കൾ രാവിലെ ഒന്നും കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഓർത്തേ ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കാം എന്നോർത്തു. അപ്പോൾ രാവിലെ പള്ളിയിൽ അവർ ദോശ ഉണ്ടാക്കി വയ്ക്കണം. രാവിലെ ചായയുടെ കാര്യങ്ങളൊക്കെ നടന്നു, ചായ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പം ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മക്കളെ വിളിച്ചുണർത്തണം. മക്കളെ വിളിച്ചുണർത്തി കഴിഞ്ഞിട്ട് അവരെ ബ്രഷ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അവർ കഴിക്കത്തൊന്നുമില്ല, എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അമ്മമാരല്ലേ, നമുക്ക് വെറും വയറ്റിൽ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ ദോശയുടെ മാവ് ഒഴിച്ചേ. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, മാവ് വേവുന്നതിന് മുമ്പ് നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇതിനകത്തിലേക്ക് ഇട്ടു. അപ്പോഴേ കറിയൊന്നും വേണ്ട, രാവിലത്തെ ആ മധുരത്തിൻ്റെ ഇതിൽ അവരങ്ങ് കഴിച്ചോളും. ഇച്ചിരി മധുരം ഇടും. അപ്പോൾ ഈ ചൂട് കൊണ്ട് ഈ പഞ്ചസാര ഇതിനകത്തിലങ്ങ് മെൽറ്റാവുമേ. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞ് പിന്നെ തിരിച്ചും മറിച്ചും മൂപ്പിച്ചെടുത്താൽ മതിയേ. അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം പിന്നെ മക്കളെ കുളിപ്പിച്ചു, അത് കഴിഞ്ഞ് അവരെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് പള്ളിയിലേക്ക് ഇവർ രാവിലെ ഈ ദോശ കഴിച്ചെങ്കിൽ കഴിച്ചു, ഇല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്നാക്സ് എടുത്തുകൊണ്ട് പോകാറുണ്ട്. പിന്നെ ഞാൻ റെഡിയായി വരുമ്പോഴത്തേക്ക് ക്ലോക്കെ നോക്കുമ്പോഴത്തേക്ക് 9 മണിയാവും. പിന്നെ പള്ളിയിൽ പോയിട്ട് ഞങ്ങളുടെ സർവീസ് കഴിയുമ്പോൾ ഒരു 11:30 മണിയാവും. 11:30 മണി കഴിഞ്ഞിട്ടേ പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു ചെറിയൊരു സ്നാക്സും ഒരു ചായ ഉണ്ടാവുമേ. ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന മൂമെൻ്റ് ആർക്കെങ്കിലും ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർ സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പം അതൊരു കണക്കിന് നോക്കിയാൽ നല്ല കാര്യമാണ്. ഞങ്ങൾ പള്ളിയിൽ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നിന്ന് ചായയും ഇഷ്ടമുള്ളവരൊക്കെ നിൽക്കും കേട്ടോ. ചിലരൊക്കെ ധൃതിയുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ട്, അവരൊക്കെ അങ്ങ് പോവേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഈ സ്നാക്സും ചായയും കുടിക്കുന്ന സമയത്ത് എല്ലാവരുടെയും വീട്ടിൽ വിശേഷങ്ങൾ ചോദിക്കുക, മക്കളുടെ വിശേഷങ്ങൾ ചോദിക്കുക. പിന്നെ വീട്ടിലെ പേരൻസ് ആരെങ്കിലും വരാതിരിക്കാമെന്ന് എല്ലാ പ്രാവശ്യവും വരുന്ന ആൾക്കാർ വരാതിരുന്ന് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതൊക്കെ ഒരു നല്ല കാര്യമാണ് അല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് അല്ലേ. അപ്പോഴേ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ നമ്മൾ കാണുന്നത്. അപ്പോഴേ ഞാനന്നേരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിച്ചേ എല്ലാവരുമായിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ടേ. അപ്പോഴേ ഞാനെന്നാൽ ഇനി പള്ളിയിൽ പോയി ഒരുങ്ങട്ടെ, മക്കളെ വിളിച്ചുണർത്തണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. നിങ്ങളോട് ഒത്തിരി വിശേഷങ്ങൾ എൻ്റെ പറയണമെന്നുണ്ട്, പക്ഷേങ്കിൽ ഇപ്പോൾ സമയം ഇത്രയായില്ലേ. അതുകൊണ്ട് ഞാൻ എന്നാലേ പള്ളിയിൽ പോകാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന നിങ്ങളെ എല്ലാവരും, ഇനി ആവാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുമ്പോഴത്തേക്കും ഓക്കെ, ബൈ, താങ്ക് യു.